മുഴുവനും പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം ഡിസംബറിൻ്റെ രണ്ടാമത്തെ ആഴ്ചയാണ്. ന്യൂ ഇയർ 2026 വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്നു അല്ലേ? 2025 നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നതൊക്കെ. ചാർലി കിർക്കിൻ്റെ കൊലപാതകവും, പിന്നെ നമുക്കറിയാം ഇന്ത്യൻ എയർ ഇന്ത്യൻ്റെ ഇത് ഫ്ലൈറ്റ് ക്രാഷ് ആയത്. അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളാണ് നടന്നത്. അത് എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു. ഒരു വർഷവും കൂടെ കുറവാണ് ഇനി യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ ഡാർക്ക്നെസ്, ഇരുട്ട് അല്ലെ, പാപത്തിൻ്റെ ഇരുട്ട് അത് വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. കഴിഞ്ഞ കാലങ്ങളെക്കാളും വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ പേഴ്സിക്യൂഷനും അങ്ങനെ പല കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇനി അല്ലെ. അങ്ങോട്ട് മുമ്പോട്ട് ചെല്ലും തോറും. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ രക്ഷകനായിട്ടുള്ള യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സൺ ഓഫ് മാൻ തിരിച്ചു വരുമ്പോൾ, മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കാണാൻ സാധിക്കുമോ അല്ലെ? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരിലും വിശ്വാസം ഉണ്ടാകത്തില്ല എന്ന് ചുരുക്കം അല്ലെ. പലരുടെയും വിശ്വാസം തണുത്തു പോകും എന്ന് തന്നെ നമുക്കറിയാം. യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, അവസാന കാലമാകുമ്പോഴേക്കും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ദൈവത്തിന്റെ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിലുള്ള വിശ്വാസമുള്ള ആൾക്കാരായിരിക്കണം നമ്മൾ. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കിയേ, ആ 12 വർഷക്കാരൻ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ അല്ലെ, അവര് ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇന്ന് യേശുക്രിസ്തുവിന്റെ ഡ്രസ്സിന്റെ തൊങ്ങൽ ഞാൻ തൊട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ, എനിക്ക് ഹീലിംഗ് കിട്ടിയേ പറ്റത്തുള്ളൂ. ആ ഒരു ഒരു വിശ്വാസം അവരിലുണ്ടായ ആ ഒരു സ്ട്രെങ്ത്, അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിനുണ്ടായ ഒരു സ്ട്രെങ്ത്, ഒരു ശക്തി അല്ലെ, ഒരു ബലം, ആ ഒരു ബലം കൊണ്ട് അവർ മുമ്പോട്ട് നടന്നപ്പോൾ അല്ല, മുമ്പോട്ട് അവർ ജീവിച്ചപ്പോൾ അത് യേശുക്രിസ്തുവിനെ മാർവലസ് ആക്കി അല്ലെ. ഓ, ഇങ്ങനെ കൊള്ളാമല്ലോ എന്നൊരു ഒരു ഒരു എന്താ പറയണേ, ഒരു അതിശയകരമായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു ആ സ്ത്രീക്കുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വിശ്വാസമുള്ള വ്യക്തികളാകും നമ്മൾ. അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം. മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. 2025 ഞങ്ങൾക്ക് തന്നതിനായിട്ടും ഞങ്ങൾക്ക് കർത്താവേ അങ്ങയുടെ കൃപ ഉണ്ടായിരുന്നു കൂടെ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളോട് ഒരുപാടുണ്ടായിരുന്നു കർത്താവ്. വരും കാലങ്ങളിലെല്ലാം കർത്താവ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതിനായിട്ടും അങ്ങയുടെ വിശ്വാസം ഞങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്ത് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ ഗാഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഈ ന്യൂ ഇയറിലും കർത്താവേ, ദൈവത്തിന്റെ അവസാനത്തോളം കർത്താവ് അങ്ങയോട് ഭയങ്കര വിശ്വാസത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവികളൊക്കെ ഞങ്ങൾക്ക് തരണം എന്ന് അപേക്ഷിക്കുന്ന യേശുനാം തന്നെ സംസാരിക്കുന്ന അപേക്ഷിക്കുന്ന യേശുനാമത്തിനാണ്. നമുക്കിന്ന് ലൂക്കോസിലേക്ക് പോകാം. എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന പാസേജാണിത്. ലൂക്കോസിന്റെ 8:40 തൊട്ട് 48 വരെ. ലൂക്കോസിന്റെ 8:40 തൊട്ട് 48 വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു മടങ്ങി വന്ന പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ മടങ്ങി വന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗെരസനേസ് അല്ലെ, അവിടെ ചൂമ്പുകൾക്കിടയ്ക്ക് ശവക്കോട്ടയിൽ താമസിച്ചിരുന്ന ആ വ്യക്തിയില് ലെജിയോൺ ഉണ്ടായിരുന്ന അത്ര അധികം ഡീമൺസ് ഒരു വ്യക്തിന്റെ ആത്മാവിന്റെ അകത്ത് ഇങ്ങനെ കയറിയിരിക്കും. അപ്പൊ അവരെയെല്ലാം ഓടിച്ചതിന് ശേഷം അല്ലെ, യേശുക്രിസ്തു തിരിച്ചു വരുന്ന സമയത്തെ പറ്റിയാണ് എന്താ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ആ വ്യക്തി യേശുവിനോട് പ്രാർത്ഥിച്ചിരുന്നായിരിക്കണമെന്നില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ വയലന്റ് ആയിരുന്നു അല്ലെ, വളരെയധികം വയലന്റ് ആയി, ഡ്രസ്സൊന്നും ഇടാതെ ചങ്ങലയൊക്കെ ഇട്ടിട്ട് ചങ്ങലയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയെ കൂടി അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെ. ആ എന്താ പറയുക, ചവക്കോട്ടയിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. സാധാരണക്കാരായിട്ട് മനുഷ്യർക്ക് ചിലർക്കെങ്കിലും അല്ലെ, ചിലർക്കെന്നാലും നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാ. ശവക്കോട്ടേന്റെ കഴുത്തൂടെ പോകാൻ അല്ലെ, കല്ലറേന്റെ കഴുത്തൂടെ പോകാൻ നമുക്ക് പേടിയാണ്. പക്ഷെ അപ്പൊ ഈ വ്യക്തി അതിന്റെ ഇടയ്ക്കാണ് താമസിക്കുന്നത് ഒന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ അങ്ങനെയാകുമ്പോ അദ്ദേഹത്തിന്റെ സ്വബോധ മണ്ഡലത്തെയും കൂടെ പിശാച് കയ്യേറിയിരുന്നു
എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ഡ്രസ്സ് പോലും ഇടുന്നില്ല എന്ന് അല്ലെ. ലജിയോൻ ബാധിച്ച വ്യക്തിക്ക് ഡ്രസ്സ് അല്ലെ പോലും ഇടാതെ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് യേശുക്രിസ്തു ഗലീലി തടാകത്തിന്റെ അല്ലെ ഇപ്പുറത്ത് ഉണ്ടായിരുന്ന യേശു അപ്പുറത്തേക്ക് പോയി അദ്ദേഹത്തെ സുഖപ്പെടുത്തുന്നു. ആരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ദൈവം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ചെയ്തത് അല്ലെ. ലോകത്തിലേക്ക് നോക്കിയപ്പോ വീണു പോയിരിക്കുന്ന മനുഷ്യവർഗത്തെ കണ്ടിട്ട് ആ രീതിയിൽ തന്നെ ഉപേക്ഷിച്ച് കഴിയാൻ മനസ്സില്ലാത്ത യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയോ ചെയ്തിരുന്നത് അല്ലെ. നമ്മളാരും പ്രാർത്ഥിച്ചിട്ട് ആർക്ക് പറയാൻ പറ്റും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു? നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഞാനൊക്കെ വന്ന സമൂഹത്തില് സമുദായത്തിലൊന്നും യേശുക്രിസ്തു ആരാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് യേശുക്രിസ്തു അല്ലെ ഡാർക്ക്നെസ്സിൽ നിന്ന് സ്വന്തം കൈ കൊണ്ട്, ഇരുട്ടിൽ നിന്ന് സ്വന്തം കൈ നീട്ടി നമ്മളെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുമായിരുന്നു അല്ലെ. നമ്മളെ രക്ഷപ്പെടുത്തുമായിരുന്നു, റെസ്ക്യൂ ചെയ്യുമായിരുന്നു നമ്മളെ ചെയ്തത് അല്ലെ. എന്നിട്ട് തന്റെ കിങ്ഡമായിട്ടുള്ള ലൈറ്റിന്റെ കിങ്ഡത്തിലേക്ക് നമ്മളെ പ്ലാൻ ചെയ്തിരിക്കുക ചെയ്യുന്നത്. കൊളോസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ 13-ാമത്തെ വാക്കിൽ അങ്ങനെയല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തിരിച്ച് ഈ വാക്കിലേക്ക് വരുവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അത് തന്നെ ഒരു മഹാത്ഭുതം അല്ലെ. അത് തന്നെയാണ് ഒരു മഹാത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്രമാണി കഴിഞ്ഞ പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ സ്ക്രൈബുകളൊക്കെ അവര് യേശുവിന്റെ അടുത്തോട്ട് പോലും അടുക്കത്തില്ലായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്രിപ്ചറുകൾ അല്ലെ. അവർക്ക് എന്താ പറയുക ലോ ഉണ്ടായിരുന്നു, അവരുടെ കയ്യില് ന്യായപ്രമാണമുണ്ട്, അവർക്ക് തോറയുണ്ട്, അവർക്ക് പ്രോഫറ്റുമാരെല്ലാം ഉണ്ട്, പിന്നെന്താ ഇങ്ങനെ ബാക്കി കീർത്തനങ്ങളുടെ എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് അതിൻ്റെ അകത്ത് യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. യേശു പറയുന്നത് ഇങ്ങനെ ജോണിന്റെ 5 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്ചറുകൾ എന്നെ പറ്റിയാ പറയുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയാണ് സ്ക്രിപ്ചറുകൾ പറയുന്നത്. ഇവര് എന്നിട്ടും കിടന്നുകൊണ്ട് നിത്യജീവനെ പറ്റി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിന്റെ അകത്ത്. പക്ഷെ നിത്യജീവൻ ആര്? യേശുക്രിസ്തുവിനെ പറ്റി സ്ക്രിപ്ചറിൽ പിതാവ് സംസാരിച്ചിരിക്കുന്നത്. പിതാവിന് ഒന്നേ സംസാരിക്കുള്ളൂ, അതായത് യേശുക്രിസ്തുവിനെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ. പിതാവ് എല്ലായിടത്തും സംസാരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണല്ലേ. പക്ഷെ എന്നിട്ടും കൂടി ഇവർക്കൊന്നും കാണാനും മനസ്സിലാക്കാനും സാധിക്കാതിരുന്ന അവസരത്തിലാണ് ഇവിടെ ഒരു പള്ളിപ്രമാണി യായിറോസ് യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് കാലിൽ വീഴുന്നു. അപ്പൊ അത് തന്നെ ഒരു മഹാത്ഭുതം. 42-ാമത്തെ വാക്ക്, അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിലെ തൊങ്ങൽ തൊട്ട ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. തന്നെ തൊട്ടത് ആര് എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ ഒരാൾ എന്നെ തൊട്ട് എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുന്നിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരു കാര്യം, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് രാത്രി മൊത്തം പ്രാർത്ഥിച്ചിട്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ജൂഡാസ് ഇസ്കാരിയോട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്ത ഒരെണ്ണത്തെ പോലും മകനെ എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പീറ്ററിനെ കയറിയ യേശുക്രിസ്തു മകനെ പീറ്ററെ എന്ന് വിളിക്കുന്നത്, പത്രോസ് എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. ജോണിനെയും ജെയിംസിനെയും യേശുക്രിസ്തു വിളിച്ചിട്ടില്ല, മകനെ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഈ സ്ത്രീയെ അവരെ വിളിക്കുകയാണ്. 48-ാമത്തെ വാക്കിൽ പറയാ, അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഡോട്ടർ എന്ന് വിളിക്കുക, മകളെ എന്ന് വിളിച്ചിരിക്കുകയാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1-ാമത്തെ ചാപ്റ്റർ, ജോണിന്റെ 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു തന്റേതായതിന്റെ ഇടയിലേക്ക് വന്നു അല്ലെ. ഹി കെയിം ടു ഹിസ് ഓൺ ഡിഡ് നോട്ട് റിസീവ് ഹിം എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്റേതിന്റെ ഇടയിലേക്ക് വന്നിട്ട് ആ തന്റേതായിരിക്കുന്നത് റിസീവ് ചെയ്തില്ല യേശുവിനെ. പക്ഷെ റിസീവ് ചെയ്തവർക്ക് ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശം കൊടുത്തു അല്ലെ. അപ്പൊ എന്ന് വെക്കുമ്പോൾ ഇവിടെ ഈ സ്ത്രീയെ മകളെ എന്ന് യേശുക്രിസ്തു വിളിക്കുമ്പോ ഈ മകളായിട്ട് ഈ സ്ത്രീനെ ഏറ്റെടുക്കുകയോ ചെയ്യുന്നത്. കാര്യം എന്താ? അവരുടെ ആ ഫെയ്ത്ത് കൊണ്ട് അല്ലെ. ആ എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ ഇന്നു ഈ
ഡ്രസ്സിന്റെ തൊങ്ങലിലൊന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നുള്ള ആ സ്ത്രീ എടുത്ത ഒരു തീരുമാനം. കാരണം അവര് അത്രയ്ക്ക് സഹിച്ചു കഴിഞ്ഞു. അവര് അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അവര് ഉള്ളിന്റെ ഉള്ളിൽ അല്ലേ. അത് തന്നെ അവരുടെ ജീവിതത്തിന്റെ ആ കഷ്ടപ്പാട് അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ശക്തി തന്നെ അവർക്ക് പകർന്നു കൊടുത്തു അല്ലെ. എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്, ഓൾറെഡി ഇത് ലോയ്ക്കെതിരായിട്ട് ഉള്ളതാണ് ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീയൊക്കെ വന്ന് തൊടുക എന്നുള്ളതെന്ന് പറഞ്ഞാല് ന്യായപ്രമാണത്തിനെതിരായിട്ടുള്ള കാര്യമാണ് ഓൾറെഡി അല്ലെ. ഡിഫൈൽ ആയി പോകും അല്ലെ, അശുദ്ധമായി പോകും ആ വ്യക്തി അല്ലെ, തൊടപ്പെടുന്ന വ്യക്തിയൊക്കെ അശുദ്ധമായി പോകും. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അല്ലെ, യേശുവിന് എത്രമാത്രം തിരക്കുണ്ടെന്ന് ഒന്നും കാര്യമാക്കാതെ അല്ലെ, ഈ സ്ത്രീ വന്ന് തൊടുകയാണ്, ധൈര്യത്തോടു കൂടി വന്ന് തൊടുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു വിശ്വാസം അല്ലെ, ആ ഒരു വിശ്വാസം യേശുവിനെ അവിടെ നിൽക്കാനും നിർത്താനും ആ സ്ത്രീയെ അന്വേഷിക്കാനുമുള്ള ഇടവന്നു അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു വെക്കും, നമുക്കറിയാം യേശുക്രിസ്തു ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ റൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരെ തിരക്കി, നീതി ന്യായമൊക്കെ ഉള്ള ആൾക്കാരെ ഒന്നും തിരക്കി വന്നിട്ടുള്ള ആളൊന്നുമില്ല, ഞാൻ അൺറൈച്ചസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ തിരക്കി വന്നിരിക്കുകയാണ്, സിന്നേഴ്സിന്റെ പാപികളെ തിരക്കി വന്നവനാണ് ഞാൻ അല്ലെ. അപ്പൊ പാപികളെയാണ് ദൈവം തിരക്കി വരുന്നത്. പക്ഷെ ഇവിടെ ഒരു ഒരു സ്ത്രീ, അവരെ ദൈവം തിരക്കുവാണ് അല്ലെ. ആരെ എന്നെ ടച്ച് ചെയ്തത്, ആരെ എന്നെ ടച്ച് ചെയ്യുന്നുള്ള ഒരു ദൈവം അല്ലെ, മനുഷ്യന്റെ രൂപത്തിലിരിക്കുന്ന ദൈവം നോക്കും, ആരെന്നെ ടച്ച് ചെയ്തു അല്ലെ, എന്നിൽ നിന്ന് പവർ പോകുന്ന എനിക്ക് കാണാൻ പറ്റുമല്ലോ അല്ലെ, എന്നിൽ നിന്ന് പവർ പോകുന്ന ഞാൻ അനുഭവിച്ചല്ലോ അല്ലെ, ആരോ ഒരാൾ എന്നെ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ, ആരാണിത്. അപ്പൊ പാപി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു രക്തം കൊണ്ട് വാഷ് ചെയ്തെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു റൈച്ചസ്നെസ്സിൽ അല്ലെ, ആ ഒരു ദൈവം കൊടുത്ത തന്റെ റൈച്ചസ്നെസ് പോലെ കൊടുത്തിരിക്കുന്ന അതേ ഒരു റൈച്ചസ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്തൊരു വ്യക്തി അല്ലെ. ഇനി ഒരു പടി കൂടെ കടന്നു പറയുവാണെങ്കിൽ, ന്യായപ്രമാണം കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഗ്രേസ്, ദൈവത്തിന്റെ ആ ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. നമുക്ക് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോ നമുക്ക് ട്രൂത്തും ഗ്രേസും തന്നെന്നാണ്, യേശു വഴിയാണ് വന്നെന്നാണ് ജോണിന്റെ 1-ാമത്തെ ചാപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. മോസസ് വഴി വന്നത് ലോ ആണെങ്കിലോ ട്രൂത്തും ഗ്രേസും വന്ന് യേശുക്രിസ്തു വഴിയാണ് അല്ലെ. ആ യേശുവിന്റെ മരണത്തിന് മുമ്പ് തന്നെ ഈ സ്ത്രീ ദൈവത്തിന്റെ ആ ഗ്രേസിൽ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രേസ്, നമുക്ക് ചർച്ചിൽ തന്നിരിക്കുന്ന ആ ഗ്രേസിൽ അല്ലെ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കും. ആ റൈച്ചസ്നെസ് ആ ഗ്രേസിൽ അവരിപ്പോ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് എബ്രഹാം വഴി വന്ന് ആ ഒരു റൈച്ചസ്നെസ് ഉണ്ട്, എബ്രഹാമിന്റെ വിശ്വാസം വഴി വന്ന റൈച്ചസ്നെസ്സിലേക്ക് ഇവര് ടാപ്പൻ ചെയ്തിരിക്കുക, ഇവരുടെ വിശ്വാസം കൊണ്ട്. ആ ഒരു വിശ്വാസം ദൈവത്തെ പിടിച്ചു നിൽക്കുക അല്ലെ. എത്രമാത്രം തിരക്കിലായിരുന്നു പറഞ്ഞാൽ, യേശുക്രിസ്തു ജാരസിന് മകളെ ഹീൽ ചെയ്യാൻ വേണ്ടി പോവുക, തിരക്കിട്ട് പോവുക, കുഞ്ഞു മരിക്കാൻ പോകുന്നു, അവിടെ അങ്ങോട്ട് പോവുക അല്ലെ, വർക്ക് ഇങ്ങനെ ചെയ്യുന്നതിന്, താൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പോവുക. പക്ഷെ അതിന്റെ ഇടയിലും അവിടെ നിന്നുകൊണ്ട് ഈ സ്ത്രീയെ നോക്കത്തക്ക രീതിയിൽ, ആരാണ് ഇത് അന്വേഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫെയ്ത്ത് ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ദൈവം യേശുക്രിസ്തു വിളിക്കുക, മകളെ എന്ന് വിളിക്കുക, മകളെ എന്ന് വിളിക്കുക. അങ്ങനെ ഒരു തന്റെ ശിഷ്യന്മാരോട് പോലും യേശുക്രിസ്തു വിളിച്ചിട്ടില്ല അല്ലെ. ശിഷ്യന്മാര് ഇതൊക്കെ നടക്കുന്ന സമയത്ത്, ഈ എപ്പിസോഡൊക്കെ നടക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വളരെയധികം ഡൗട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പിന്നെ മേരി മാഗ്ദലിൻ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ, സ്ത്രീകൾ കണ്ടു എന്ന് ചെന്ന് പറയുമ്പോൾ പോലും അത് വിശ്വസിക്കാൻ ശിഷ്യന്മാർക്ക് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം എന്നല്ല, അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല അല്ലെ. ഇവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും കൂടെ അന്ന് വിചാരിച്ചോണം അല്ലെ, ഇത്രയും 3.5 വർഷം കൂടെ നടന്നിട്ടാന്ന് വിചാരിച്ചോണം. അന്ന് പോയി കണ്ട മേരി മാഗ്ദലിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല വിശ്വസിക്കാൻ അല്ലെ. ഈ സ്ത്രീക്ക് മേരി മാഗ്ദലിന്റെ അത്രയും പോലെ യേശുവിനോട് അടുപ്പം ഉണ്ടായിരുന്നില്ലാത്ത സ്ത്രീയായിരുന്നു ഇവര് അല്ലെ. ഈ 12 വത്സരക്കാലം അവര് രക്തസ്രാവമായിട്ട് നടന്ന സ്ത്രീ, അവര് രക്തസ്രാവമായിട്ട് അവരുടെ കാര്യത്തില് അവരുടെ കഷ്ടപ്പാടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്നുള്ള ഒരു രീതിയിൽ ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർക്ക് യേശുവുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഇവരെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ശക്തി
ശക്തി അല്ലെ, വിശ്വാസം അവർക്ക് കൊടുത്ത ആ ശക്തി, അവർ ഉള്ളിന്റെ ആ ശക്തി, വിശ്വാസം കൊണ്ടുവന്ന ആ ശക്തി കൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്യും. അവരിപ്പോ യേശുക്രിസ്തു പിതാവായ ദൈവം നോക്കുമ്പോ അത്രയും ഒരു വിശ്വാസം അല്ലെ, അത്ര ദൈവത്തിനെ അട്രാക്ട് ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു വിശ്വാസം അല്ലെ, ആ സെഞ്ചൂറിന് ഉണ്ടായ ഒരു വിശ്വാസം അല്ലെ, ഈ ശിഷ്യന്മാർക്കില്ലാതിരുന്ന ഒരു കൈൻഡ് ഓഫ് വിശ്വാസമാണ് അവർക്ക് എല്ലാവർക്കും. സെഞ്ചൂറിന്റെ വിശ്വാസം, ഇപ്പൊ ഈ സ്ത്രീന്റെ വിശ്വാസമൊക്കെ വളരെ അതൊരു ഒരു പർട്ടിക്കുലർ പെക്യുലർ കൈൻഡ് ഓഫ് വിശ്വാസമാണ് അല്ലെ. ആ ഒരു വിശ്വാസമുള്ള ആൾക്കാരെ ദൈവം തിരയുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാർക്കാണ് ദൈവത്തിന്റെ അറ്റൻഷൻ കിട്ടുന്നത് അല്ലെ. ദൈവത്തിന്റെ അറ്റൻഷൻ കിട്ടുന്ന വ്യക്തികൾ അങ്ങനെ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ അറ്റൻഷൻ കിട്ടുന്ന വ്യക്തികളായിരിക്കണം. നമ്മുടെ ഉള്ളിന്റെ ഒരു ആത്മബലം കൊണ്ട് നിറയുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. ഇനി വരുന്ന കാലത്ത് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഈ സ്ത്രീ ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിലേക്കും, ദൈവം ഇമ്പാർട്ട് ചെയ്തിരിക്കുന്ന ആ റൈച്ചസ്നെസ്സിലേക്കും പിന്നെ ഗ്രേസിലേക്ക് അവർക്ക് ടാപ്പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അവരുടെ സമയത്തിന് മുമ്പേ അല്ലെ, എന്താ പറയാ, കവനന്റിന്റെ മുമ്പേ ഗ്രേസ് വന്നത് യേശുക്രിസ്തുവിന്റെ മരണം വഴി, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വഴിയാണെങ്കിൽ മനുഷ്യർക്ക് ഇന്നും നമ്മൾ ഗ്രേസിന്റെ ഒരു പീരീഡിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള അങ്ങനെ കിട്ടുന്ന ഗ്രേസ്, അത് ന്യായപ്രമാണത്തിന്റെ സമയത്തും കൂടെ കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ അല്ലെ. ആ ഒരു വിശ്വാസത്തെ റൈച്ചസ്നെസ്സിലേക്ക് അവര് ടാപ്പിൻ ചെയ്ത്, എന്താ പറയുക, എബ്രഹാമിനെ പോലെ, എബ്രഹാം താൻ വിശ്വസിക്കാൻ തയ്യാറായിരുന്നപ്പോ അല്ലെ, ദൈവത്തിന്റെ റൈച്ചസ്നെസ് ഉണ്ടായിരുന്നു എബ്രഹാമിന് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അതുപോലുള്ള എന്താ പറയണേ ഒരു വിശ്വാസം അല്ലെ, തങ്ങളുടെ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു വിശ്വാസം, കണ്ണ് തുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിശ്വാസം അല്ലെ. വിശ്വാസം കൊണ്ട് കാണാൻ പറ്റും അല്ലെ. വിശ്വാസമാണ് ശരിക്കുമുള്ള കണ്ണ് തുറക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നത് വിശ്വാസമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന ആൾക്കാര് നമ്മൾ കാണുന്ന വെറുതെ കാണുന്ന പോലെ നാച്ചുറൽ ആയിട്ട് കാണുന്ന കാര്യങ്ങളല്ല അവർക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാല് അവർക്ക് എന്താ പറയണേ, അവർക്ക് കാണാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തെ കാണാൻ സാധിക്കും അല്ലെ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തെ അവർക്ക് കാണാൻ സാധിക്കുക. എബ്രഹാമിന് എങ്ങനെയാണ് സാധിച്ചത്? ഐസക്കിന് ബലി കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി എബ്രഹാമിന് എങ്ങനെയാണ് സാധിച്ചത് അല്ലെ. എബ്രഹാമിന് അറിയാം എന്റെ മകനെ ഇപ്പൊ ഞാൻ ബലി കൊടുത്താലും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശക്തി ഉള്ളവനാണ് ദൈവം അല്ലെ. അത് എങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് വെച്ചാൽ ആ ഐസൈറ്റ്, ആ ഒരു വീക്ഷണം അദ്ദേഹത്തിന് കിട്ടിയ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കൊണ്ടാണ് അല്ലെ. ജോസഫ് മരിക്കുന്ന സമയത്തും ജോസഫ് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാ പോയിരുന്നത് അല്ലെ. നിങ്ങളെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ദൈവം കനാനിലേക്ക് കൊണ്ടുപോകും അല്ലെ. ആ സമയത്ത് എന്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം അല്ലെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ജോസഫ് മരിക്കുന്നത്. ഇപ്പൊ ജോസഫിന് എങ്ങനെയാ ഒരു ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്ന എങ്ങനെ? വിശ്വാസമാണ്. ദൈവം ഇത് ചെയ്യാൻ പോവാണ് അല്ലെ. ഇവിടെ കൊണ്ട് തീരുന്നതല്ല. കനാൻ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന നാടാണ്, ഞങ്ങൾ അവിടെ പോയിരിക്കും അല്ലെ. ഞാൻ പോകാതിരിക്കുന്നു, എനിക്ക് പ്രായമായി ചിലപ്പോൾ ഞാൻ പോകണമെന്നില്ല. പക്ഷെ എന്റെ കുടുംബാംഗങ്ങള്, എന്റെ വംശജര് അല്ലെ, അവര് പോയിരിക്കും എന്നുള്ളൊരു വിശ്വാസം, വിശ്വാസം കണ്ടു തുറക്കുന്നു അല്ലെ. അങ്ങനെയാകുമ്പോ എനിക്കിതാ പറയാനുള്ളൂ, 2026 വരുമ്പോഴേക്കും 2026 നമുക്ക് പിടിച്ചു നിൽക്കണം. അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. വളരെയധികം പ്രശ്നങ്ങളിലായിരിക്കും മിക്കവാറും തന്നെ ലോകം കടന്നു പോകാൻ പോകുന്നത്. അവിടെ നമ്മൾ പലതും കേൾക്കും, പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യും. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ പെർസിക്യൂഷൻ ഒക്കെ വളരെ അധികമായിരിക്കും അല്ലെ. നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മൾ എവിടെയെങ്കിലും നിന്ന് നമ്മളെ പോലും പറയേണ്ട കാലം. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ കണ്ടതാ, എന്താ പറയുന്നത്, ഇവിടെ ബോംബെയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതോ ഒരു ജൈന മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അത് കൺവേർഷൻ മതമാറ്റം എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള ആൾക്കാർ അല്ലെ, അവിടെയുള്ള ആൾക്കാർ മുഴുവൻ കടന്ന് കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങളെ പറ്റി, കേസായതിനെ പറ്റി എല്ലാം നമുക്കറിയാവുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യം ഇപ്പൊ ഈ കൺവേർഷൻ പറഞ്ഞ് മതമാറ്റം എന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ ഇപ്പൊ ഈ സമയങ്ങളിലൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള വരുന്ന സമയത്ത് ഇതിനൊക്കെ ഇരട്ടിയായിരിക്കും വരാൻ, 10 ഇരട്ടിയായിരിക്കും വരാൻ പോകുന്നത്. അവിടേക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ആ വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ അതാ ദൈവം നമ്മളോട് പറഞ്ഞേക്കുന്നത്, ഈ സ്ത്രീയെ പോലെ അല്ലെ, എന്താന്ന് പറഞ്ഞാലും വേണ്ട, ദൈവത്തിന് ടച്ച് കിട്ടിയിട്ട് ഞാൻ മാറത്തുള്ളൂ. അങ്ങനെ ഒരു മനസ്സുമായിട്ട് നടക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ.
അങ്ങനെയുള്ള വ്യക്തികളോടാണ് ദൈവത്തിന് പ്രീതി. അപ്പൊ അങ്ങനെയുള്ളവർ നോക്കി നടക്കും ദൈവം യേശു ക്രിസ്തു. അതാ പറഞ്ഞത് 18ാമത്തെ ചാപ്റ്ററിലേക്ക് ലൂക്കോസിന്റെ 18ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 8ാമത്തെ വാക്ക് യേശുക്രിസ്തു ഇങ്ങനെയാ ചോദിച്ചത്. മനുഷ്യപുത്രൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസം കാണുമോ ചോദിക്കുമ്പോൾ ഇങ്ങനെ തരത്തിലുള്ള വിശ്വാസം കാണുമോ എന്ന് ചോദിച്ചിരിക്കുന്നു അല്ലെ. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം അല്ലെ. മോസസിനുണ്ടായിരുന്ന വിശ്വാസം, പോളിനും പീറ്ററിനും ഉണ്ടായിരുന്ന ഒരു വിശ്വാസം. പീറ്ററൊക്കെ പിന്നെ ഒരുപാട് മാറിയല്ലേ. ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അഭിഷേകം കൂടെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മാറി. അവര് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായി തീർന്നു അല്ലെ. അപ്പൊ അതുപോലുള്ളൊരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നോ ദൈവം ചോദിക്കുന്നു. അപ്പൊ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ കൊണ്ടുള്ള ദൈവത്തിന്റെ വിശ്വാസം കൊണ്ട് നമ്മൾ നിറയ്ക്കാൻ ദൈവത്തിന് മാത്രം സാധിക്കും, മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് വേണം. ആ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ശക്തി അല്ലെ, എങ്ങനെയാണെന്നും പറഞ്ഞാലും പറ്റില്ല. എനിക്ക് എന്റെ അസുഖത്തിന് ഒരു പരിഹാരം ഉണ്ടായി പറ്റത്തുള്ളൂ, എന്റെ പ്രോബ്ലത്തിന് ഒരു പരിഹാരം ഉണ്ടായി പറ്റത്തുള്ളൂ. പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ഞാൻ പോയി ടച്ച് ചെയ്യും, ഒരു ഉടുപ്പിന്റെ അറ്റത്ത് തൊങ്ങൽ ഞാൻ ടച്ച് ചെയ്തിരിക്കും. ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക്, എല്ലാവരുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമുക്ക് വേണം, നമുക്ക് കൂടിയേ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ കരുണയ്ക്കായിട്ട്, ഞങ്ങളുടെ കൂടെ എന്നും ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞു പിതാവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. കർത്താവെ, ആ ഒരു വിശ്വാസം, ആ ഒരു ഇന്ന ശക്തി അത് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, ആ സ്ത്രീ കർത്താവ് 12 വർഷക്കാലം ഓൾമൈറ്റി ഫാദർ ഗോഡ് കഷ്ടപ്പെട്ട ആ സ്ത്രീ, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ശക്തി കർത്താവ്, വിശ്വാസം കർത്താവ്. ലോർഡ് ഫാദർ, വിശ്വാസം കൊണ്ടുവന്ന ശക്തി അത് കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാൻ സമൂഹത്തിൽ എത്രമാത്രം തരത്തിലുള്ള ഡാർക്ക്നെസ് ഉണ്ടായെന്ന് പറഞ്ഞാലും കർത്താവ്, എത്രമാത്രം പെർസിക്യൂഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരു മനസ്സ്, ഒരു ശക്തി, ഒരു വിശ്വാസം അത് ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങയുടെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അങ്ങയുടെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശക്തി കർത്താവ് ലോർഡ് കൂടെ ഉണ്ടാക്കി അത് ഞങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകട്ടെ. വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്. ഈ പോലത്തെ വിശ്വാസം കർത്താവ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോർത്ത് പ്രാർത്ഥിക്കുന്നു, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പോലത്തെ ഒരു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ. അങ്ങനെ കൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങനെ കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ പവർ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിന്റെ നാമം തന്നെ ആമേൻ. ഇത് കേട്ട തന്നെ ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.